कागज के दो पंख लेके उड़ा चला जाए रे, जहाँ नहीं जाना था ये वहीं चला है रे। उम्र का ये ताना बाना समझ न पाए रे, जुबा पे जो मोह माया नमक लगाए रे, के देखे न भाले न जाने न दाए रे, दिसाहारा केमन बोका മുണ്ടായ रे। ഹലോ, അപ്പോൾ ഇത് വാരാണസി വ്ളോഗ് ഡേ 2 ആണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഈ അമ്മൂമ്മ വന്ന് കുറിയെല്ലാം തൊട്ട് തന്നു. ആൾക്ക് മലയാളം നന്നായിട്ട് അറിയാട്ടോ. അപ്പോൾ ഇങ്ങനെ കുറി വരച്ച് ദക്ഷിണ വാങ്ങി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് അന്നദാനം കൊടുക്കുന്ന മന്ദിരത്തിലേക്കാണ്. അപ്പോൾ ഇന്നലെ രാത്രി കിട്ടിയ പോലെ ഇഡലിയും വടയും തന്നെ ആയിരുന്നു കേട്ടോ രാവിലെയും. അങ്ങനെ ഞങ്ങൾ മണികർണിക ഘട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ലസ്സി ഷോപ്പ് കണ്ടു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു ലസ്സി വാങ്ങി കഴിച്ചു. വാരാണസിയിലെ ലസ്സി വളരെയധികം ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മണികർണിക ഘട്ടിലേക്കുള്ള വഴിയൊന്നും അറിയില്ല. ഓരോ കടയിൽ കയറി ചോദിച്ച് വഴി മനസ്സിലാക്കിയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മണികർണിക ഘട്ടിലെത്തി. വാരാണസിയിൽ ഒരുപാട് ഘട്ടുകൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു ഘട്ടാണ് മണികർണിക. ഇവിടെ സന്ദർശിക്കാതെ വാരണാസി യാത്ര പൂർണ്ണമാവില്ല. പണ്ട് സതീദേവി അഗ്നിയിൽ ചാടി സ്വയം ദഹിപ്പിച്ചപ്പോൾ അതിൽ കോപിഷ്ഠനായ ശിവൻ സതിയുടെ ജ്വലിക്കുന്ന ശരീരം വഹിച്ചുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞപ്പോൾ സതിയുടെ കാതിൽ നിന്നും ഒരു രത്നം ഭൂമിയിൽ പതിച്ചു. ആ പതിച്ച സ്ഥലമാണ് മണികർണിക എന്നാണ് ഐതിഹ്യം. സംസ്കൃതത്തിൽ മണികർണിക എന്നാൽ ചെവി വളയം എന്നാണ് അർത്ഥം വരുന്നത്. വാരണാസിയിലെ ഏറ്റവും പഴക്കം ചെന്ന ഘട്ടുകളിൽ ഒന്നാണ് മണികർണിക. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ ഷെഡെല്ലാം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുടിവെള്ളം അൺലിമിറ്റഡ് ആയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയാൽ നമുക്ക് നല്ല ദാഹമായിരിക്കും. പിന്നെ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ അവർ തരുന്നത്. ഇവിടെ മാത്രമല്ല, വാരണാസിയിലെ എല്ലായിടത്തും നമുക്ക് കുടിവെള്ളം ഫ്രീ ആയിട്ട് കിട്ടും. വാരണാസിയിലെത്തിയാൽ വെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടി നമുക്ക് പണം ചിലവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം ഇവിടെ ഫ്രീ ആണ്. അങ്ങനെ ഞങ്ങൾ വെള്ളമെല്ലാം കുടിച്ച് അവിടെയുള്ള ഒരാളോട് ചോദിച്ചിട്ട് മണികർണികയിലെ ശവം കത്തിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അയാൾ ഇവിടുത്തെ ചരിത്രവും ഐതിഹ്യവും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയതും ആദ്യം കണ്ട കാഴ്ച ദഹിപ്പിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ശവമായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ വെള്ളത്തുണിയിലൊന്നും അല്ലാട്ടോ ഇവിടെ ശവം പൊതിയുന്നത്. നല്ല കളർഫുള്ളായ തുണിയിൽ പൊതിഞ്ഞെടുത്തിട്ട് പൂമാല കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടാണ് ഇവർ കത്തിക്കാൻ വേണ്ടി ശവം തയ്യാറാക്കുന്നത്. 24 മണിക്കൂറും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ശവങ്ങളുള്ള സ്ഥലമാണ് മണികർണിക. ഇവിടെ ദഹിപ്പിച്ചാൽ മോക്ഷം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ ഇത് ശവം കത്തിച്ച ചാരമാണ് കേട്ടോ. ഇതിൽ സ്വർണത്തിൻ്റെ തരികളെല്ലാം ഉണ്ടാകും. അത് അരിച്ചെടുത്ത് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട്. മരിച്ച ആളുകളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് ഇവിടെ ദഹിപ്പിക്കാൻ പണം വാങ്ങുന്നത്. 10,000 രൂപ മുതൽ 50,000 രൂപ വരെ ഇവിടെ വാങ്ങാറുണ്ട് കേട്ടോ. ഇനി പണമടയ്ക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് ദഹിപ്പിക്കാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. അത് ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് കേട്ടോ. അപ്പോൾ ആ ട്രസ്റ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് സംഭാവനയൊക്കെ ചെയ്യാം. അപ്പോൾ ഗോപികയ്ക്ക് ഒരു ശവം മൊത്തം കത്തിത്തീരുന്നത് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും നേരം നമുക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. കാരണം ഒന്നാമത് നല്ല വെയിലാണ്. അതിൻ്റെ കൂടെ ശവം കത്തുന്നതിൻ്റെ തീയും പുകയും ചൂടും പിന്നെ വല്ലാത്തൊരു ഗന്ധമാണ് കേട്ടോ. അവർ ഗന്ധം വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ പൊടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ശവം കത്തുന്നതിൻ്റെ ഗന്ധം നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ പുക കാരണം നമുക്ക് കണ്ണൊന്നും കാണാൻ സാധിക്കില്ല. കണ്ണെല്ലാം നീറി പുകയുന്നുണ്ടായിരുന്നു. ശരിക്കും ചുടുകാടിൽ എത്തിപ്പെട്ട അവസ്ഥ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ സമയമായിരുന്നു കേട്ടോ അത്. അവിടെ കത്തുന്ന തീയുടെ കൂടെ നമ്മളും എരിഞ്ഞു പോകുന്ന പോലൊരു ഫീലായിരുന്നു. അപ്പോൾ അവിടുന്ന് പോകുന്ന വഴിക്ക് ശവം ദഹിപ്പിക്കാനുള്ള വിറകുകൾ അടക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്കാണ്. പക്ഷെ അവിടെ നമുക്ക് മൊബൈലോ ക്യാമറയോ ഒന്നും അലൗഡ് അല്ല. പൂജാ സാധനങ്ങളല്ലാതെ വേറെ ഒന്നും അവിടെ കയറ്റാൻ പറ്റില്ല. അങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഞങ്ങൾ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിലേക്കാണ്. അവിടുന്ന് വെക്കേറ്റ് ചെയ്യേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലഗേജും എല്ലാം എടുത്ത് അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ ഇവിടുത്തെ വഴികളെല്ലാം തന്നെ വളരെ നാരോ ആയിട്ടുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് അന്നദാനം നടക്കുന്ന മന്ദിരത്തിലേക്കുള്ള വഴി ഒരാൾക്ക് നടക്കാനുള്ള വിസ്താരം മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ നല്ല ഫുഡായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. 10-ലധികം കറികൾ ഉണ്ടായിരുന്നു. ആകെ 2 കറികൾ ഒഴിച്ചൊരു വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും അവർ വീഡിയോ ഓഫാക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ഞാൻ അറിഞ്ഞത്. ഇവിടെ ഒരുപാട് കടകളുണ്ട്. തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് തന്നെ രുദ്രാക്ഷങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ തന്നെയാണ് ഉള്ളത്. ഇനി ഇവിടെ നിന്നും ഞങ്ങൾ നേരെ പോകുന്നത് സാരനാഥിലേക്കാണ്. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് സൺ ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടി ഗോപിക ഷാൾ വെച്ച് മൊത്തം കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഏകദേശം അരമണിക്കൂർ ദൂരമുണ്ട് സാരനാഥിലേക്ക്. ബുദ്ധമതത്തിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ സർനാഥ് ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ എത്തി. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറൊന്നുമില്ല കേട്ടോ. പകരം ഈ QR കോഡ് സ്കാൻ ചെയ്താണ് ടിക്കറ്റ് എടുക്കുന്നത്. പിന്നെ ഫോണും ക്യാമറയും ബാഗും ഒന്നും അകത്തേക്ക് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം ഇവിടെ നമുക്ക് ഏൽപ്പിക്കണം. അങ്ങനെ ഏകദേശം 2 മണിക്കൂറോളം എടുത്താണ് ഞങ്ങൾ മ്യൂസിയം കണ്ടു തീർത്തത്. ബുദ്ധൻ്റെ ഒരുപാട് പ്രതിമകളും അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും ആയുധങ്ങളും പിന്നെ അശോക സ്തംഭവും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള ആർക്കിയോളജിക്കൽ സർവേ പാർക്കിലേക്കാണ്. അപ്പോൾ ഇവിടെ കരകൗശല വസ്തുക്കളും ബാഗുകളും എല്ലാം വിൽക്കുന്ന ഒരുപാട് കടകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആർക്കിയോളജിക്കൽ സർവേ പാർക്ക് വരുന്നത്. ഇവിടേക്കുള്ള ടിക്കറ്റും നമ്മൾ നേരത്തെ QR കോഡ് സ്കാൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ സാരനാഥിൻ്റെ ചരിത്രം ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉൾപ്പെടെ 4 ഭാഷയിലായിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. സാരനാഥിലെ വളരെ പ്രധാനപ്പെട്ട സ്മാരകമാണ് ധർമ്മരാജിക സ്തൂപം. അപ്പോൾ ഏകദേശം 1600 വർഷം പഴക്കമുണ്ട് ഇതിന്. അശോക ചക്രവർത്തിയാണ് ശ്രീബുദ്ധൻ്റെ സന്ദേശങ്ങൾ ലോകത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാരനാഥിൽ ധർമ്മരാജിക സ്തൂപം നിർമ്മിച്ചത്. ബുദ്ധമതസ്ഥരുടെയും ജൈനരുടെയും തീർത്ഥാടന കേന്ദ്രമാണ് സാരനാഥ്. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ബുദ്ധമത വിശ്വാസികളും സഞ്ചാരികളുമാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ധമേക് സ്തൂപം. ഏകദേശം 130 അടി ഉയരമുണ്ട് ഇതിന്. ഇതുപോലത്തെ 84 സ്തൂപങ്ങൾ ബുദ്ധൻ ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും പല ഭാഗത്തായിട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഈ സ്തൂപത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൊത്തുപണികളും ചിത്രപ്പണികളും എല്ലാം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ കുറേ നേരം നടന്ന് ക്ഷീണിച്ചതിനാൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെയുള്ളൊരു ബെഞ്ചിൽ ഇരുന്ന് വിശ്രമിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില ടെമ്പിൾസ് കാണാൻ വേണ്ടി പോവാണ്. ആദ്യം ഞങ്ങൾ പോയത് ജെയിൻ ടെമ്പിളിലേക്കാണ്. ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല. പിന്നെ ഇവിടെ വലിയൊരു പൂമരമുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. പക്ഷേ വീഡിയോയിൽ ആ ഭംഗിയൊന്നും കിട്ടിയിട്ടില്ല. ഒന്നാമത് രാത്രി ആവാനായല്ലോ. അപ്പം ഈ ഭംഗി കാണണമെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ കാണണം. അപ്പോൾ ഇതാണ് നമ്മുടെ ജെയിൻ ബുദ്ധിസ്റ്റ് ടെമ്പിള്. ഇതിൻ്റെ ഉള്ളിൽ ശ്രീബുദ്ധൻ്റെ പ്രതിമകളും ചിത്രങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് വീഡിയോ ഒന്നും അലൗഡ് അല്ല. പിന്നെ ഉള്ളിൽ കയറുന്നതിന് മുൻപ് നമ്മൾ കൈയും കാലും മുഖവും എല്ലാം കഴുകി വൃത്തിയാക്കണം. അങ്ങനെ ജെയിൻ ടെമ്പിൾ കണ്ട് അവിടെ നിന്നും ഇറങ്ങി. ഇപ്പോൾ സമയം സന്ധ്യ ആവാറായി. അപ്പോൾ ടെമ്പിളൊക്കെ അടയ്ക്കാൻ സമയമായതുകൊണ്ട് ഞങ്ങൾ വേഗം അടുത്ത ടെമ്പിൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അത് അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കാണാൻ പറ്റാതെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവിടുന്ന് ഞങ്ങളെപ്പോലെ തന്നെ സാരനാഥ് കാണാൻ വന്ന 2-3 ആൾക്കാരെ കിട്ടി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ സാരനാഥ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ. പക്ഷെ ഞങ്ങൾ എത്തിയതും അവർ ഗേറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ ഒരുപാട് നേരം അവരോട് പറഞ്ഞു നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ബാക്കിലൂടെ ഒരു ഗേറ്റ് ഉണ്ട്, അതിലൂടെ കയറാം. പക്ഷെ പ്രാർത്ഥന നടക്കുന്നത് കൊണ്ട് നമുക്ക് ടെമ്പിളിൻ്റെ അകത്ത് കയറാൻ സാധിക്കില്ല, പുറത്തു നിന്ന് കാണാനേ പറ്റൂ. അപ്പോൾ ശരിക്കും ഇത് പകൽ സമയത്ത് വന്ന് കാണേണ്ട ഒരു ടെമ്പിളാണ് കേട്ടോ. രാത്രിയും കാണാൻ ഭംഗിയാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട്. എങ്കിലും ഇത് പകൽ സമയത്ത് നമ്മൾ വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ ധമ്മചക്ര പ്രവർത്തന സൂതം അഥവാ ധർമ്മചക്ര പ്രവർത്തന സൂതം എന്ന് പറഞ്ഞ ഒരു പ്രതിമയുണ്ട്. അപ്പം ഇത് ബുദ്ധൻ ആദ്യമായി നൽകിയ പ്രഭാഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം ബുദ്ധൻ നൽകുന്ന പ്രഭാഷണം പോലെയുള്ള കുറേ പ്രതിമകളാണുള്ളത്. അതിനടുത്തായിട്ട് ഒരുപാട് ചക്രങ്ങൾ കാണാം. അപ്പോൾ ഈ ചക്രങ്ങൾ നമുക്കിങ്ങനെ തിരിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചക്രങ്ങളിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേതാ ഭാഷ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ബുദ്ധൻ കൊടുത്ത സന്ദേശങ്ങളാണെന്ന് തോന്നുന്നു ഇതിൽ കൊത്തി വച്ചിരിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാനും കുറച്ച് നേരം ഇത് തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇതിങ്ങനെ തിരിച്ച് കളിക്കാൻ. എങ്ങനെ വേണേ ഇങ്ങനെ
എലോങ് അങ്ങനെയല്ല ഓപ്പോസിറ്റാ കറക്കണ്ട്. ആ അങ്ങനെ കറക്കണ്ട്. ആ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇനിയും ഒരുപാട് ബുദ്ധിസ്റ്റ് ടെമ്പിൾസും ഉണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് അതെല്ലാം ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഇവിടെ തൊട്ടടുത്തൊരു ചെറിയ അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടേക്ക് പോവാണ്. അത്യാവശ്യം സ്റ്റെപ്പ് കയറാനുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ അമ്പലത്തിന് ഏകദേശം നമ്മുടെ നാട്ടിലെ അമ്പലത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. You can ask your dream to the cow and it will be fulfilled. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ ഗോപികയ്ക്ക് അവിടുത്തെ പൂജാരി മാലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ പോവാണ്. അവരിവിടെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാൻ വന്നവരാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോരാൻ നോക്കുമ്പോഴാണ് നടു റോട്ടിൽ പാട്ട് വെച്ച് ഒരുപാട് ആൾക്കാർ ഡാൻസ് കളിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇത് ഇവിടുത്തെ ഏതോ കല്യാണത്തിൻ്റെ ഒരു ആഘോഷമാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു വണ്ടി പിടിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. അപ്പോൾ സമയം രാത്രി ഒരുപാട് വൈകിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു തട്ടുകടയിൽ നിന്ന് പൂരിയും കടലക്കറിയും വാങ്ങി. അപ്പോൾ കടലക്കറിയിൽ കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു. പക്ഷെ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഗോപികയ്ക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളിതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പകരം അവൾ വേറൊരു തട്ടുകടയിൽ നിന്നും മുട്ട പുഴുങ്ങിയത് വാങ്ങി കഴിച്ചു. അവളൊരു മുട്ടക്കുട്ടിയാണ് കേട്ടോ. മുട്ട മാത്രം തിന്ന് അവൾ ജീവിക്കും. അത്ര ഇഷ്ടമാണ് അവൾക്ക് മുട്ട. അങ്ങനെ അവിടെ നിന്ന് 2-3 മുട്ട പുഴുങ്ങിയത് വാങ്ങി കഴിച്ചു. അതിനുശേഷം അവൾ ഒരു ലസ്സി കൂടി കഴിച്ചു കേട്ടോ. എന്തോ എനിക്ക് ലസ്സിയുടെ ടേസ്റ്റൊന്നും ഇഷ്ടമായില്ല. പക്ഷെ അവൾക്ക് ലസ്സി ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ ലസ്സി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ സംഭവം ഇതൊരു വൃത്തിയില്ലാത്ത റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഇത് പുറത്തു നിന്ന് രാത്രി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഉള്ളിൽ കയറിയാലെല്ലാം തീർന്ന്, പുറമേ ഉള്ള ഭംഗി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ട്രെയിന് കുറച്ച് ലേറ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓപ്പൺ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ്. ഒന്ന് ഫ്രഷ് ആവണമെന്നുണ്ട്, പക്ഷെ മാർഗ്ഗമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ വെയിറ്റിംഗ് റൂമിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ട്രെയിൻ വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ നമ്മുടെ വാരാണസി വ്ലോഗ് ഇവിടെ എൻഡ് ആവാണ് കേട്ടോ. ബൈ ബൈ.